ഏതൊരു സ്ത്രീയെയും ഞാനെന്നല്ല, സ്ത്രീ എന്ന് വിടൂ, അവിടെ ഒരു ജെൻഡർ ഇല്ല. അവിടെ പുരുഷന്മാരെ അടക്കം അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ നമ്മളൊരു കാര്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലെങ്കിൽ നമ്മളെ തീർത്ത് കളയാന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ ഇവരെല്ലാം പണം കൊണ്ടും ഇൻഫ്ലുവൻസ് കൊണ്ടും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടും എല്ലാം മുന്നിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. ഇതിൽ രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ടോ? രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവർക്ക് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇവരെ ഭയമാണ്. കാര്യം ഞാൻ ഇതിനു മുമ്പ് അവിടെ ഒരു കത്ത് കൊടുത്തതിനകത്ത് ഞാൻ പറഞ്ഞു, ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർ രാഷ്ട്രീയ പാർട്ടികളിൽ സജീവമായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ അധികാര സ്ഥാനത്തിരിക്കരുത്. ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് ഉണ്ടാവരുത്. ഒരു നിഷ്പക്ഷത ഇല്ലാണ്ടായി മാറും അങ്ങനെ വരുമ്പോൾ. അപ്പം അന്ന് ആ കത്ത് വായിച്ച സമയത്ത് എല്ലാവരും കൂടെ പറഞ്ഞു, ഇത് സുരേഷ് ഏട്ടനെ ഉദ്ദേശിച്ചാണ്, സുരേഷ് ഏട്ടനെ. അപ്പം ഞാൻ സുരേഷ് ഏട്ടനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ശ്രീ ആൻഡോ ജോസഫ് കോൺഗ്രസിന്റെ അടുത്ത് ഇവിടെ ഏതോ വൈപ്പിനിലോ ഈരാറ്റുപേട്ടയിലോ ഏറ്റുമാനൂർ അങ്ങോട്ട് മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ്. മനസ്സിലായി? എല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ സജീവമായി നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ സംഘടനകളിൽ വന്ന കാര്യം അവർ ഇൻഫ്ലുവൻസ്ഡ് ആവും ഉറപ്പായിട്ടും.